എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം എഴുതി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുപണം ഉപയോഗിക്കണം? അവർ പോക്കറ്റിൽ നിന്ന് വേണേൽ എടുത്ത് ചെയ്യട്ടെ. ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് അസുഖങ്ങൾ റിയൽ അസുഖം അല്ലാത്തോളം കാലം നിങ്ങൾ പേടിക്കണ്ട. ഇതുകൊണ്ട് ആർക്കാ നഷ്ടം? ഈ ഇവിടുത്തെ പൊതുജനത്തിനല്ല നഷ്ടം. അവർക്ക് ഉപയോഗപ്പെടേണ്ട പൈസയല്ല ഇത്. അതാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അതാണ് ഇതിലെ കുഴപ്പമെന്ന് പറയുന്നത്. റിയൽ അസുഖമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല, നിങ്ങളെടുത്തുകൊണ്ട് നിങ്ങൾ ഓടും. ലോട്ടറി അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ലോട്ടറി കച്ചവടക്കാരനെ പോയിട്ട് അടിക്കുമോ? ഇല്ലല്ലോ. ആണെങ്കിലും കുറച്ച് നാളത്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഹോമിയോപ്പതി ലൈക്ക് ആ ഒരു മെഡിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ടൈമിൽ സാറിൻ്റെ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ്, ഇപ്പോൾ സാറിന് ഏറ്റവും എന്താ പറയുക, സാർ ട്രീറ്റ് ചെയ്ത് ഓക്കെ കുറച്ച് പേർക്ക് അസുഖം മാറി, അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പെർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് സാറിന് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് ചില ടൈമിൽ തോന്നിയിട്ടുണ്ടോ? ഈ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതായത് അതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയം, റിയൽ ഡിസീസസ് റിക്വയർ റിയൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയത് അതാണ്. അതായത് നമ്മളുടെ അടുത്ത് വരുന്ന രോഗികളെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു, അവർക്ക് മാറിയതായിട്ട് അവരുടെ അനുഭവം പറയുന്നു, നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു, അവർ മറ്റേ പാരിതോഷികങ്ങൾ കൊണ്ട് തരുന്നു, ഓക്കെ, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കുന്നത് കുറേ കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ള ചുറ്റുമുള്ള വിഷയങ്ങളും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ സ്വയം ചോദിക്കാൻ തുടങ്ങി, സത്യത്തിൽ ഞാൻ കൊടുത്ത മരുന്നുകൊണ്ട് തന്നെയാണോ ഇത് കുറഞ്ഞത്? ഇത് നമ്മൾ ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇത് സത്യത്തിൽ അതല്ല, ഇത് വേറെ പല കാരണങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സെൽഫ് ലിമിറ്റിംഗ് അസുഖങ്ങളെക്കുറിച്ചും ഈ ന്യൂട്രീഷൻ്റെ ഒക്കെ റോളിനെ കുറിച്ച് മനസ്സിലായത്. അങ്ങനെ പിന്നെ നമ്മൾ ഈ ന്യൂട്രീഷൻ കുറേയും കൂടി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതായത് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസും അതുപോലെ ഭക്ഷണത്തിലുള്ള വിഷയങ്ങൾ അങ്ങനെയും കൂടി അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കാര്യം പിടികിട്ടി. ഇത് പ്രധാനമായിട്ടും പല അസുഖങ്ങളും റിയൽ അസുഖങ്ങളല്ല, അത് ഫങ്ഷണലായിട്ടുള്ള ഡിസ്റ്റർബൻസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ വലിയ തലവേദനയൊക്കെ ഉള്ള ആളുകൾ ശരിക്കും അവർ മര്യാദയ്ക്ക് ഉറക്കം ഇല്ലാത്തതിൻ്റെ ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ സാധനം എടുത്ത് നോക്കണം. എന്നാലും ചില അസുഖങ്ങൾ വലിയ കുഴപ്പമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും, മരുന്ന് കൊടുത്താൽ കുറയില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അവരെ നമ്മൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കില്ല, നേരെ റെഫർ ചെയ്യും. അവരെ ജീവൻ കളയാൻ പറ്റില്ലല്ലോ, സമയം കളയാൻ പറ്റില്ല, പൈസയും കളയാൻ പറ്റില്ല, അവരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അങ്ങനെ വിടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രോഗികൾക്ക് നമ്മൾ വലിയ കാര്യമായത് എന്തുകൊണ്ടാ വെച്ചാൽ അവർ നോക്കുമ്പോൾ ഈ ഡോക്ടർ ഒന്നും കൊളാക്കുന്നില്ല, ഈ ഡോക്ടർ ഉള്ള കാര്യം പറഞ്ഞു തരും, ഇങ്ങനെയുള്ളൊരു സംഭവം വരാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കുറേ ആളുകളുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ നാൾ ജീവിച്ചുകൊണ്ടേ. അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ തുറന്ന് ഇങ്ങനെ പറയുമ്പോൾ പോലും ഒരു രോഗി പോലും വന്നിട്ട് അന്ന് പിന്നെ നീ എന്തിനാ എനിക്ക് അങ്ങനെ ഒന്നും വരുന്നതെന്ന് ഒരാൾ പോലും ചോദിക്കില്ല. ആ ധൈര്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കിത് പറയാൻ പറ്റണേ. നമ്മളൊരാളെങ്കിലും അങ്ങനെ അവരെ പറഞ്ഞ് പറ്റിച്ച് ഇതേപോലെ കുറേ നാൾ കൊണ്ടുപോകണമെന്ന് അവരെ ഏതെങ്കിലും കുഴിയിൽ ചാടിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. നമുക്കിത് പറയാൻ പറ്റില്ല, അയാൾ എങ്ങാനും ഇത് കേട്ടാലോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവില്ലേ. ഇതതില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ചില ആളുകളൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പോലുണ്ട്. ഈ പുറത്തേക്കൊക്കെ യാത്ര ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഹോമിയോ മരുന്ന് വേണമെന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പല കുപ്പികളിൽ പ്ലെയിൻ ആൽക്കഹോൾ മാത്രം, ഇതെല്ലാം ആൽക്കഹോളാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ പറയും പ്ലാസിബോ, അതായത് എന്താ പറയുക, അല്ലെങ്കിൽ ഇത് പ്ലാസിബോ ആണെന്നാണ് പറയുന്നത് മൊത്തം. അതിൻ്റെ ഇടയിൽ തന്നെ ഇതിനകത്തൊരു പ്ലാസിബോ ഉണ്ട്. അതായത് മരുന്നാണ് എന്ന വ്യാജേന നിങ്ങൾക്ക് മരുന്ന് കൊടുക്കാം, പ്ലസീബോ എന്ന് തന്നെയാണ് അതിന് പറയാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, മീൻസ് ഫേക്ക് മെഡിസിൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഞാനത് എടുത്തിട്ട് അതിനകത്ത് ഡിഫറെൻറ്റ് ലേബിൾസ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. ഒരു 10-12 മെഡിസിനൊക്കെ ഉണ്ടാവും. എന്നിട്ട് പറയും ചുമക്ക് ഇന്നത് കൊടുക്കുക, അത് കൊടുക്കുക, എല്ലാം ഒരേ സാധനമാണ്. പക്ഷേ എഴുതി വലിയ സെറ്റപ്പാക്കി കാണുമ്പോൾ എന്തോ വലിയ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവർ ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ കൊടുത്തിട്ട് അതിൻ്റെ അനുഭവം പറയുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞിട്ട് ആ ഡോക്ടർ അന്ന് തന്ന മരുന്ന് അടിപൊളിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല, തീർന്നു, 2 തീർന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കുള്ളിൽ ചിരിയാണ്. സംഭവം ഇതാണ് അവസ്ഥ, നമ്മൾ കൊടുത്തത് ഇതുപോലെയുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ഈ ചാലഞ്ചിങ് സിറ്റുവേഷൻ, ഇവർ കുട്ടികൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ എന്തായിരിക്കും എഫക്റ്റ്? ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് അസുഖങ്ങൾ റിയൽ അസുഖം അല്ലാത്തോളം കാലം നിങ്ങൾ പേടിക്കണ്ട. റിയൽ അസുഖമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കില്ല, നിങ്ങളെടുത്തുകൊണ്ട് നിങ്ങൾ ഓടും. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു IP ഉള്ള ഒരു സ്ഥാപനം വരെ നടത്തിയിട്ടുണ്ടായിരുന്നു, അതായത് കിടത്തി ചികിത്സ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് രാത്രി രോഗി വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. അപ്പം നമ്മളന്ന് സ്റ്റുഡൻസാണ്, ഈ പഠിക്കുന്ന സമയത്താണ് ഇതൊക്കെ അവിടെ ജോലി ചെയ്തിരുന്നത്, മീൻസ് അവിടെ നൈറ്റിലൊക്കെ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കുറേ കഴിയുമ്പോൾ നേരം വെളുക്കുമ്പോൾ രോഗിയെ കാണില്ല. കാരണം കൂടുന്ന സമയം വന്നാൽ ഇവർ വല്ലാതെ കിടന്നൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ അവർ തന്നെ ആംബുലൻസ് വിളിച്ച് അവരെ കൊണ്ടുപോയിക്കോളും, വളരെ സേഫാണ്. ഇതിപ്പോൾ വല്ല മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലായിരുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. അതാണ് നമ്മൾ പറയുമല്ലോ, ഈ എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റൽ അറ്റാക്ക്, ഒരു ഹോമിയോ ക്ലിനിക് അറ്റാക്ക് നിങ്ങൾ എവിടെയും കേൾക്കില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ്?
ലോട്ടറി അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ലോട്ടറി കച്ചവടക്കാരനെ പോയിട്ട് അടിക്കുമോ? ഇല്ലല്ലോ. നീ തന്ന ലോട്ടറി കാരണം എടുക്കണമെന്ന് പറയുന്നത് ഒരു ലോട്ടറിയാണ്, അത്രേ ഉള്ളൂ. കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. കുറയുകയാണെങ്കിൽ കുറയട്ടെ, ഇങ്ങനെയാണ് നമ്മളടുത്ത് വരുന്നത്. ആ ധൈര്യം തന്നെയാണ് ഇവിടെ ഈ സാധനത്തിന് ഇവിടെ ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ആ ഒരു മണ്ണ് ഒരുക്കി കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് പോളിസി മേക്കേഴ്സാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്. രോഗികൾ ഇതിൽ നിന്ന് പിന്മാറട്ടെ എന്നൊക്കെ കാത്തു നിന്നാലൊന്നും ഇത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ ആദ്യം നിരോധിക്കണം, അങ്ങനെയല്ല ഇത് വരിക. ഇത് നമ്മളുടെ കൺസേൺ ഇതാണ്, ഇതിനുവേണ്ടി പൊതു പണം ചെലവഴിക്കുന്നു. ഇതൊരു ലെജിറ്റിമേറ്റ് ഒരു തൊഴിൽ മേഖലയാണെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ ഇതിനകത്ത് വന്ന് ചാടുകയാണ്. അവരെയാണ് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. ഗവൺമെൻറ് ഫണ്ടിങ് ആണ് ഇതിനകത്ത് പ്രശ്നമായിട്ട് വരുന്നത്. അതെന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ സർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്ത ടൈമിൽ പ്രൈവറ്റ് ക്ലിനിക്സിലായിരുന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരുന്നോ പ്രാക്ടീസ് ചെയ്തത്? സ്വന്തം ക്ലിനിക്കുകളായിരുന്നു ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ മറ്റ് ക്ലിനിക്കുകളിൽ ഇങ്ങനെ ഓടി നടന്ന് അവിടെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് വരിക. ഓക്കെ, പിന്നെ സർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റൽസിലാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഹോസ്പിറ്റൽസിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് രീതികളാണ് ഈ ഹോസ്പിറ്റൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റലിൽ ഫോളോ ചെയ്തിരുന്നത്? ഇപ്പം നമുക്ക് ബാക്കിയുള്ള അലോപ്പതി ഹോസ്പിറ്റൽസിലാണെങ്കിൽ അറിയാം. അപ്പോൾ ഇതിൽ പറയുന്ന തിയറി പ്രകാരമാണെങ്കിൽ പല കാര്യങ്ങളും മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിൽ ഹോമിയോ ഇല്ല, അത് ചെയ്തിട്ടില്ല. ക്ലിനിക്കുകളാണ് അത്, മോഡേൺ ക്ലിനിക്കല്ല, ഇൻഡിവിജ്വൽ വേറെ ഡോക്ടേഴ്സിൻ്റെ ക്ലിനിക്കിൽ ഇങ്ങനെ ടീമായിട്ടൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ പോളി ക്ലിനിക്ക് പോലെ ഹോമിയോ പോളി ക്ലിനിക്സ് ഉണ്ട്. അങ്ങനെ കൺസെപ്റ്റ് കുറവാണ്. ഒന്ന് നടത്തിയിരുന്നത് നമ്മൾ തന്നെയായിരുന്നു. അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടച്ചു പൂട്ടി. അതാണ് അത് 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 എഫക്റ്റീവ് അല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് അവരെ പിടിച്ച് രാത്രി അവിടെ കിടത്തിയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. അങ്ങനെ പിടിയിട്ടാണ് ചെയ്തത്. ഇപ്പം ഞങ്ങൾ പഠിച്ച ഹോമിയോ കോളേജിൽ പോലും IP ഉണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് ബ്രെഡും പാലൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് ആളുകൾ വന്ന് കിടക്കണമെന്നാണ് നമുക്കെപ്പോഴും തോന്നാറുള്ളത്. അതേപോലെ ഇപ്പോൾ ഇൻസ്പെക്ഷൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ ആളുകൾ സാറുമാർ പിടിച്ചിടും. കാരണം അവർ വരുമ്പോൾ ആൾ വേണ്ടേ. അല്ലാത്തപ്പോൾ ഞങ്ങളൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഹോമിയോ കോളേജിലെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറ് പോയ ഫീലാണ്. എന്ന് വെച്ചാൽ അവിടെ വളരെ ജോളിയായിട്ട് നിങ്ങൾക്ക് ആടിപ്പാടി നടക്കാം, അതാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അവിടെ നിങ്ങൾക്കൊരു ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളൊരു സാധനമൊന്നുമില്ല. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ മണി വേസ്റ്റേജും ഈ ഹ്യൂമൻ റിസോഴ്സ് വേസ്റ്റേജ് അവിടെയാണ് വരുന്നത്. നമ്മൾ ജോലി എടുക്കാനും ഇതിൽ പഠിക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ആളുകളാണ് നമ്മൾ. പക്ഷെ നമ്മളുടെ സമയവും നമ്മളുടെ ആ ഒരു പ്രായത്തിലുള്ള ആളുകളില്ലേ, ആ ഒരു വർക്കിംഗ് ഫോഴ്സായിട്ട് നിൽക്കേണ്ട ആളുകളാണ് ഡോക്ടർമാരൊക്കെ ആയിട്ട്. ഇവരെ ശരിക്കും രാജ്യത്തിന് നഷ്ടമല്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇതേ സമയം നിങ്ങളൊരു MBBS പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് പോയി നോക്കുക. അവിടെ പഠിക്കുന്ന കുട്ടികൾ അവിടെ എടുക്കുന്ന എഫേർട്ട് നിങ്ങളൊന്ന് നോക്കുക. അവിടുത്തെ ഒരു കാഷ്വാലിറ്റി ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന ഒരു MBBSകാരൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ 72 hours കണ്ടിന്യൂസ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ പോയി ഇങ്ങനെ ബെഞ്ചിട്ട് ഉറങ്ങുന്നതും ഒക്കെ നിങ്ങൾ ചിത്രത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഹോമിയോ കോളേജിലൊന്നും അങ്ങനെ ഒരു അവസ്ഥയില്ല. 9 മണിയാകുമ്പോൾ നിങ്ങൾക്ക് പോയി, ഞങ്ങളൊക്കെ കോളേജിൽ ഫുട്ബോൾ മാച്ചൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത്. കാരണം ഇതുപോലെ ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ കൊതിക്കുമായിരുന്നു. ഈ ഫുട്ബോൾ മാച്ചൊക്കെ ഉള്ള സമയത്ത് നല്ല ബ്രസീലിൻ്റെ കളിയൊക്കെ വരുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. കാരണം അതാകുമ്പോൾ പിന്നെ കോളേജിൽ തന്നെ ഇരുന്ന് കാണാമല്ലോ, അവിടെ TV ഉണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ അവിടെ നടക്കുന്നത്. അല്ലാതെ അവിടെ ഒരു വളരെ ഡ്യൂട്ടി ബൗണ്ടായിട്ട് അങ്ങനെ ഒരു ആംബുലൻസിൻ്റെ സൈറണോ ചോരയുടെ മണോ ഇതൊന്നും അവിടെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് വേസ്റ്റേജാണ്, നാഷണൽ വേസ്റ്റേജാണത്, മണി വേസ്റ്റേജാണ്, ടൈം വേസ്റ്റേജാണ്, ഹ്യൂമൻ റിസോഴ്സ് വേസ്റ്റേജാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ മറ്റു മെഡിക്കൽ കോളേജ് ബാക്കിയുള്ള ആയുർവേദ കോളേജിലൊക്കെയാണോ? ആയുർവേദ കോളേജിലും കഥ ഇതൊക്കെ തന്നെയാണ്. അതല്ല, ഇപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിലും ഈ മനുഷ്യർ ഉണ്ടാവും. നമുക്ക് ട്രീറ്റ്മെൻറ്റ്സിനാണെന്നുണ്ടെങ്കിൽ പല ഇപ്പോൾ ഈ ആയുർവേദ കോളേജിന് പിഴിച്ചിൽ അങ്ങനെയെന്നൊക്കെ പറയുകയാണെങ്കിൽ മനുഷ്യരെ വെച്ചിട്ടാണ് ഇവർ പഠിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വല്ല ഹ്യൂമൻ ഇതായിട്ടുള്ള രീതിയിലുള്ള പഠനങ്ങളോ അങ്ങനെ എന്തെങ്കിലും കോളേജുകളുണ്ടോ? ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ അസുഖം വെച്ച് അവരെ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് പഠിപ്പിച്ച് അങ്ങനത്തെ ഉള്ള രീതിയിലുള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ടോ? സ്റ്റഡീസ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലതുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഔട്ട്കം എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഔട്ട്കം 0 ആണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ജോലി ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ആ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ള നമ്മളുടെ പ്രൈവറ്റ് വർക്കാണ്. അതിൽ നിന്ന് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 സ്റ്റഡിയെങ്കിലും ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിട്ടുണ്ട്. ക്ലിനിക്കൽ പ്രാക്ടീസിൻ്റെ ഭാഗമാണത്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണത്.
എന്നാൽ അത് ഗവൺമെൻറ് സെക്ടറിൽ ഈ മോഡേൺ സയൻസിൽ പലതും ഉണ്ട്. ഇപ്പോൾ ഇതുപോലുള്ള ഇപ്പോൾ എയിംസിലെ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞൊരു നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കാലം മാത്രം നിങ്ങൾ എടുക്കുക. 47-ന് ശേഷം ഈ ആയുർവേദത്തിൽ നിന്നോ ഹോമിയോ എന്നോ ഇതുപോലുള്ള സാധനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഗതി ഒരു വേൾഡ് മെഡിക്കൽ ഗൈഡ് ലൈൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഒരെണ്ണം കിട്ടില്ല. ഇനി വേൾഡ് പോട്ടെ, ഏതെങ്കിലും ഒരു പഞ്ചായത്തിലുള്ള കാരണം അതുപോലും കിട്ടില്ല. അതാണ് നമ്മൾ ചോദിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഇതിന് പൈസ ചിലവാക്കുന്നതെന്ന് ചോദിക്കുന്നത് അതാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പ്യൂർലി പ്രൈവറ്റ് ഫണ്ടഡ് ആണ്. ഗവൺമെൻറ് ഫണ്ടിങ് പോലും ഇല്ല എന്ന് ആലോചിക്കണം. നമ്മളുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഇൻറ്റേർണൽ മണി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ചെയ്താൽ അതിനുള്ള മേഖലയിൽ ചെയ്താൽ ഗുണമുണ്ട്. ഇതൊന്നും ചെയ്യാനില്ലാത്ത സാധനത്തിൽ പോയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇനി നേരത്തെയും ചോദിച്ചൊരു ചോദ്യമാണ്, ഇതിനകത്ത് റിസർച്ചൊക്കെ നടക്കുന്നില്ല എന്ന്. റിസർച്ച് നടക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നടക്കുന്നതെന്ന്, ഒരു ഗുണമില്ലാത്ത കുറേ കാര്യങ്ങൾ. ഇനി ചെയ്യുന്നത് ഓൾറെഡി മോഡേൺ സയൻസ് എഫക്റ്റീവ് അല്ല എന്ന് തള്ളിക്കളഞ്ഞിട്ടുള്ള സാധനങ്ങൾ വരെ ഇവരെടുത്തിട്ട് വീണ്ടും റിസർച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഹോമിയോപ്പതിയിൽ നമ്മളുടെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, CCRH എന്ന് പറഞ്ഞിട്ട്, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി. അവർ ഒരുപാട് സ്റ്റഡീസ് ഇങ്ങനെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ചെയ്യുന്നതാണ്. ഒന്നും ഒരു 5 പൈസയ്ക്കില്ലാത്തതാണ്, എവിടെയും പബ്ലിഷ് ചെയ്യാറില്ല. അവരുടെ സ്വന്തം ബുള്ളറ്റിനിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടൊന്നും ഒരു വാല്യൂ ഇല്ല, മണി വേസ്റ്റേജാണ്. അതിൽ ഇപ്പോൾ ഒരു സ്റ്റഡി നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ റിസർപ്പിൻ എന്ന് പറയുന്നൊരു മരുന്നിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി. ഈ റിസർപ്പിൻ എന്ന് പറയുന്നത് മോഡേൺ സയൻസിൽ 2000-ൽ തള്ളിക്കളഞ്ഞ സാധനമാണ്. അതായത് അവർ ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തുകയും എന്നാൽ അത് കൊടുക്കുമ്പോൾ അതിന് ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈവൻ സൂയിസൈഡൽ ടെൻഡൻസി വരെ ഉണ്ടാക്കുന്നു, ഡിപ്രഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇത് ഹൈപ്പർ ടെൻഷനിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റായിട്ട് ഉപയോഗിക്കേണ്ട, അതിന് വേറെ ബെറ്റർ മോളിക്യൂൾസ് എടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ ഒരു സാധനമാണ്. ഈ സാധനം ഇന്ന് ആയുർവേദത്തിലോ ഹോമിയോയിലോ റിസർച്ച് ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കളി, ഇതൊക്കെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി, അതായത് റിസർച്ച് നടക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ്. ഇതുകൊണ്ട് ആർക്കാ നഷ്ടം? ഈ ഇവിടുത്തെ പൊതുജനത്തിനല്ല നഷ്ടം, അവർക്ക് ഉപയോഗപ്പെടേണ്ട പൈസയല്ല ഇത്. അതാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അതാണ് ഇതിലെ കുഴപ്പമെന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ സാധനവും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ഇതിനകത്ത് കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റഡി ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് വരെ തമാശയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പഠനം നടത്തിയിട്ട് ഹോമിയോപ്പതിയുടെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു സ്റ്റഡി പബ്ലിഷ് ചെയ്തു. ആ സ്റ്റഡി നടത്താൻ നമുക്ക് ചിലവുണ്ട്, അത് പബ്ലിഷ് ചെയ്യാൻ ചിലവുണ്ട്. ഇതൊക്കെ കഴിഞ്ഞു. ഏതാണ്ട് 5-10 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കിയിട്ടാണ് ഒരു സ്റ്റഡി നടത്തി പബ്ലിഷ് ചെയ്തത്. ഇതിൽ പ്രോബ്ലം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ സെക്ടറിലുള്ള ആളുകൾ കത്തെഴുതാണ്. ഈ കത്ത് പബ്ലിഷ് ചെയ്യണമെങ്കിലും പൈസ കൊടുക്കണം ഈ ജേണലിൽ. ഇത് പൊതുപണത്തിനാണ് എടുത്തു കൊടുക്കുന്നത്. എന്നീ കത്തിൽ വല്ലതുണ്ടോ? നമ്മൾ സ്റ്റഡിയിൽ ചിലവഴിക്കുന്ന ദൂരത്താണല്ലോ ഇപ്പോൾ പറഞ്ഞത്. ഇത് ജെനുവിനായിട്ടുള്ള സ്റ്റഡി നടത്തി പബ്ലിഷ് ചെയ്തപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെഴുതിയ കത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതിന് ചിലവാക്കണം ലക്ഷങ്ങൾ. അത് ആ കത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതുമില്ല. ആ കത്തിന് നമ്മൾ മറുപടി കൊടുക്കും. നമുക്ക് പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അടുത്ത കത്ത് മറുപടി നമുക്ക് കൊടുക്കാം. ഈ കത്തിൽ ഇവർ എഴുതിയിരിക്കുന്നത് എന്താണ്? ആനമണ്ടത്തരങ്ങളാണ്. ഈ കത്തെഴുതിയ ബോഡി അത് ഇതേ സെൻട്രൽ കൗൺസിലിൻ്റെ ബോഡിയാണ്. അതിൽ ഉള്ള ഒരു വ്യക്തി എൻ്റെ ക്ലാസ്മേറ്റുമാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇതിൻ്റെ ശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനകത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ABCD അറിയാതെ ഇവരിത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ സത്യത്തിൽ അതിലൂടെ എന്താ നേടുന്നത്? നമ്മൾ കണ്ടെത്തിയ ശാസ്ത്രീയമായൊരു വിവരം തെറ്റാണെന്ന് തെളിയിക്കാൻ അവർ കൂട്ടുപിടിക്കുന്നത് അശാസ്ത്രീയമായ കാര്യങ്ങളെയും അവരുടെ അബദ്ധ ധാരണകളെയാണ്. എന്നിട്ട് അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുപണമാണ് ഉപയോഗിക്കുന്നത്. ഇതിനെങ്ങനെയാണ് നാട്ടുകാർ ഉത്തരം? അവരോട് എന്തുത്തരം നമ്മൾ പറയുന്നത് നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു മണ്ടത്തരം എഴുതി പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുപണം ഉപയോഗിക്കണം? അവർ പോക്കറ്റിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് ചെയ്യട്ടെ. അവിടെ ആലോചിക്കണം, നമ്മളിത് ചെയ്ത് നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ്. അപ്പോഴാണ് ഇവർ ഇതിന് തെറ്റാണെന്ന് പറയാൻ വേണ്ടി പൊതുപണം എടുത്തിട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. ആ കത്തൊക്കെ എപ്പോഴും ഓൺലൈനിലുള്ളതാണ്. നിങ്ങൾക്കത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ടേംസും അത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പറയുന്നത് ഹോമിയോപ്പതി കഴിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ലിവർ ഇഞ്ചുറി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠനം നടത്തിയിട്ട് പബ്ലിഷ് ചെയ്തത്. ആഴ്സനിക്കം ആൽബം എന്ന് പറയുന്ന മരുന്നുമായി ബന്ധപ്പെട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത മെത്തേഡ് തെറ്റാണ്, നമ്മൾ എടുത്ത അളവുകോലുകൾ തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ കത്തെഴുതിയിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ പഠനം നടത്തിയതും ഇവർ ചെയ്തതും. ഇവർ ഇത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പഴയ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടാണ് പറയുന്നത്. അതാണ് ഇതിൽ ഇവരുടെ മണ്ടത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പുതുവണം. ഇതാണ് അവസ്ഥ. സർ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സാറ് റിസർച്ച് നടത്തിയിട്ടും പഠിച്ചിട്ടും ഒക്കെയാണ് ഇതിലേക്ക് ഇപ്പോൾ സാറിനൊരു കൺക്ലൂഷൻ കിട്ടിയെന്നാണ്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ടൈം എന്താ പറയുക, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് ആയിരിക്കാം സാറിന് ഇതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിനെ മൊത്തത്തിലായിട്ടൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസക്കുറവ് ഉണ്ടാക്കിയത്. അതെന്തായിരുന്നു? അത് നല്ലൊരു ചോദ്യമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ എന്നല്ല, മരുന്ന് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ സാധനം പേടി എന്താ? ഇപ്പോൾ ഒരാൾ മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സാധനം സൈഡ് എഫക്ട്സ്, ഓവർഡോസ്, ഇതൊക്കെയാണ്. ഹോമിയോപ്പതിയിൽ അത് തന്നെയാണ്. അപ്പം ഞാനൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ചെല്ലുമ്പോൾ പോലും നമ്മളെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, മരുന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം, ഇത് തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ഇതായിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ ഭയം. ഇതായിരുന്നു. നമുക്ക് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മളെ ഭയം അതല്ല, നമ്മൾ പറയണത് എന്ത് മണ്ടത്തരം വേണമെങ്കിലും പറയാം, തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? നമ്മളുടെ എല്ലാം പോയില്ലേ, ക്രെഡിബിലിറ്റി പോവാണ്. അപ്പോൾ മരുന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തന്നെയാണ്. കാരണം നമ്മൾ മരുന്ന് മാറിയാൽ എന്ത് സംഭവിക്കാം? ഇത് തന്നെയാണ് ഓരോ ഡോക്ടറുടെയും ഉള്ളിലുള്ളത്. അപ്പോൾ ഈ ചിന്തയായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മളെന്താ, സ്വാഭാവികമായിട്ട് ഇതിനുള്ള വഴി നമ്മൾ ചോദിക്കും. അത് പഠിക്കാനുമുണ്ട്. അപ്പോൾ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നൊരു വിഷയം. അപ്പോൾ ഒരു മരുന്ന് മാറിക്കൊടുത്താൽ അത്, അല്ലെങ്കിൽ മരുന്ന് ഓവർഡോസ് ആയാൽ അതിനുള്ള പ്രതിക്രിയകൾ, അതൊന്നും കൂടി നമ്മൾ ആലോചിക്കും. അപ്പോൾ ഇതൊരു വലിയ വിഷയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 2009-10 ആ കാലഘട്ടത്തിലൊക്കെ UK ബേസ്ഡ് ആയിട്ടൊരു വലിയൊരു ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ്റെ പേര് 1023 ഹോമിയോപ്പതി ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് 1023 എന്ന് പറയുന്നത് നമ്മളുടെ അവഗാഡ്രോ നമ്പറിൻ്റെ അവസാനമാണ്, 6.02 × 10⁻23. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ നേർപ്പിക്കും തോറും ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഈ ഒറിജിനൽ സബ്സ്റ്റൻസ് കാണില്ല. ആ ഡയലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കാണുന്നതാണ്. അപ്പോൾ ഹോമിയോപ്പതിയുടെ 2 സ്കെയിൽസ് ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഒരു സ്കെയിലും ഉണ്ട്, ഡെസിമൽ സ്കെയിലും ഉണ്ട്, സെൻറ്റിസിമൽ സ്കെയിലും ഉണ്ട്. അപ്പോൾ ഡെസിമൽ സ്കെയിലിൽ 23 തവണ നമ്മൾ നേർപ്പിച്ചാൽ 24ാമത്തെ തവണ നേർപ്പിക്കുമ്പോൾ അതിനകത്ത് പിന്നെ ഒന്നും കാണില്ല, അതായത് വെള്ളം മാത്രമേ ഉണ്ടാവൂ. സെൻറ്റിസിമൽ സ്കെയിലാണെന്നുണ്ടെങ്കിൽ 12 തവണ നേർപ്പിച്ച് കഴിഞ്ഞ് 13ാമത്തെ തവണയാകുമ്പോഴേക്കും അതിനകത്ത് വെള്ളം മാത്രമേ കാണുള്ളൂ. ഇതാണ് നമ്മൾ റഫായിട്ട് മനസ്സിലാക്കുന്നത്. അതായത് ഈ ലാസ്റ്റ് ആ ലെവൽ എന്ന് പറയുന്നതാണ് ഈ അവഗാഡ്രോ ലിമിറ്റ് എന്ന് നമ്മൾ പറയാം. അതിന് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കാണില്ല. ഇതാണ് ഈ നമ്പർ, ഇറ്റ്സ് 6.02 × 10⁻23. അപ്പോൾ ഇതിലെ 1023 ഹോമിയോപ്പതി ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ്, ഇതാണ് ഇവരുടെ ക്യാമ്പയിൻ്റെ പേര് തന്നെ, സ്ലോഗൻ. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഇവർ UK വെസ്റ്റേൺ കൺട്രീസും അതുപോലെ ഈ നമ്മളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, മെയിൻലി US-ഉം UK, പിന്നെ ഓസ്ട്രേലിയ, അങ്ങനെ പല പല രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള ഹോമിയോപ്പതി ഫാർമസികളുടെ മുന്നിൽ വലിയ ആൾക്കൂട്ടായിട്ട് ഇവർ വരും, വലിയ ജാഥയൊക്കെ വിളിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ വന്ന് നിന്നിട്ട് മറ്റേ അരിയും മലരും കുന്തിരിക്കും എന്നൊക്കെ പറഞ്ഞ മാതിരി അവർ വന്നിട്ട് കയ്യിൽ ഈ ഹോമിയോപ്പതിയുടെ മരുന്നുകളാണ്. എന്നിട്ട് അവർ കൊണ്ടുവന്നിട്ട് കൂട്ടം കൂട്ടമായിട്ട് ആളുകൾ ഇതിങ്ങനെ ചുമ്മാ തിന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിപ്പോഴും വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ അതിങ്ങനെ തിന്നുകയാണ് അവർ കഴിച്ചിട്ട് അവർ പറയുന്നത്, അവരതിന് തമാശയുടെ ഞങ്ങളിവിടെ ഹോമിയോപ്പതിക് സൂയിസൈഡ് നടത്താൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിത് ചെയ്യുന്നത്. ഓക്കെ, അതായത് പാരസറ്റമോൾ ഗുളിക ഒരു 50 എണ്ണം കഴിച്ച് നിങ്ങൾ തട്ടിപ്പോവും എന്ന് പറയുന്ന പോലെ ഇവർ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ. എന്നിട്ട് ഇത് കുപ്പിക്കണക്കിന് നിന്നിട്ട് ഇവർ പയർമണി പോലെ എണീറ്റ് നടക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ സൈഡ് എഫക്റ്റിനെ കുറിച്ചും ആൻറ്റിഡോട്ടിനെ കുറിച്ചും ഓവർഡോസിനെ കുറിച്ചൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ എന്താ മനസ്സിൽ വരിക? നമ്മളിതൊക്കെ പേടിച്ച് നടക്കുന്നു, അവരിതിനൊന്നും പേടിക്കണമില്ല. അപ്പോൾ ഇതെന്താ സംഭവം? ഇതാണ് നമ്മളെ മനസ്സിലേക്ക്. അപ്പോൾ നമ്മൾക്കിത് സ്ട്രൈക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, രോഗികൾ വരും, നമ്മൾക്ക് മരുന്ന് കൊടുക്കും. അപ്പോൾ അവർ കുട്ടികൾക്കൊക്കെ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കൊടുത്തു വീട്ടിൽ പോവും. അപ്പോൾ കുട്ടി മരുന്ന് മുഴുവൻ എടുത്ത് കഴിക്കും. ഇത് മധുരമല്ലേ ഈ സാധനം. അപ്പോൾ ഉടനെ തന്നെ അവർ വീണ്ടും വരും, ഡോക്ടറെ അയ്യോ ഒരബദ്ധം പറ്റി, ഡോക്ടർ തന്ന മരുന്ന് കുട്ടി മുഴുവൻ എടുത്ത് കഴിച്ചു, എന്താ ആകെ പേടിയാവുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആദ്യമൊക്കെ നമ്മളും പേടിക്കും. അപ്പോൾ നമ്മൾ എന്നിട്ട് പിന്നെ അതിനുള്ള ആൻറ്റിഡോട്ടൊക്കെ തപ്പും, മെറ്റീരിയൽ മെഡിക്കൊക്കെ തുറന്ന് അതിനകത്ത് ഇന്ന മരുന്ന് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ട് പിന്നെ നമുക്ക് ഉറക്കമില്ല, നാളെ ആ കുട്ടി ജീവനോടുണ്ടാവും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന സമയത്താണ് ഈ വീഡിയോ ഇറങ്ങുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഇതുപോലെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആലോചിക്കും, ഒന്നും പേടിക്കണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല,
അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാനും പറ്റില്ല, എന്നാൽ മനസ്സിലൊരു ചിരിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പറയും കുഴപ്പമില്ല അങ്ങനെയാക്കാം ഇങ്ങനെയാക്കാന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കുഴപ്പമില്ല അല്ലേ, കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞു പോയി. പിന്നെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്തെങ്കിലും ഒരു മരുന്നൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ വിടും. എന്നിട്ട് വളരെ അധികം 2 ചീത്തയൊക്കെ പറയും, ഇതൊക്കെ സൂക്ഷിക്കണ്ടേ, കീപ്പ് ഔട്ട് ഓഫ് റീച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന, അത് എഴുതാത്തതുകൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്ത് വിടും. അങ്ങനെ അവർ മാപ്പൊക്കെ പറഞ്ഞ് വീട്ടിൽ പോകും. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ വീഡിയോ പിന്നെ കടന്ന് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഈ വീഡിയോ കാണുന്നത് തന്നെ എങ്ങനെയാണ്, ഇന്നത്തെ പോലെ 5G വൈഫൈ ഒന്നുമില്ല, അന്ന് മറ്റേ 2G നെറ്റ്വർക്കിൽ ഇരുന്ന് വേണം ഇതൊക്കെ കാണാൻ. ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ കാണണമെങ്കിൽ 1 മണിക്കൂറാണ്. ഒരുവിധമാണ് ഇതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു കാര്യം വരുന്നത്. അതായത് ഈ ക്രിറ്റിക്സ് പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, അവർ പറയുന്നതിലും എന്തോ ഒരു വിഷയമുണ്ട്, അത് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് അന്നാണ് ആദ്യമായിട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം കത്തുന്നത്. പിന്നെ നമ്മൾ ഈ ഇത് വലിയ സംഭവമാണെന്ന് ക്ലെയിം ചെയ്യുന്ന പരിപാടി കുറേശ്ശെ നിർത്താൻ തുടങ്ങി. ആദ്യമൊക്കെ അതും നമ്മൾ ചെയ്യുമായിരുന്നു. ഇത് സെൽഫ് മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, അത് ഏത് പ്രൊഫഷനിലും നമ്മൾ ചെയ്യേണ്ടതാണ്, ഇതിലും ചെയ്യുമായിരുന്നു, ഏതിലും ചെയ്യും. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പറയും, പിന്നെ അത് കുറയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ കെയർഫുൾ ആവാൻ തുടങ്ങിയത്. എന്തിനും ഇത് പരിഹാരമാണെന്നൊക്കെ പറയുന്നതൊക്കെ പിന്നെ നമ്മൾ നിർത്തി. രോഗികളോട് അത് തീരെ പറയാറില്ല. പരമാവധി അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും, അസുഖം എന്താണെന്നും നിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ ഇല്ല, അങ്ങനെയുള്ള ലെവലിലേക്ക് പോയത് അങ്ങനെ. അപ്പോൾ ആ പോയിൻ്റ്, ആ ഒരു ബൈറ്റിംഗ് പോയിൻ്റ് ഇതാണ്, ഈ സ്കെപ്റ്റിക്സ് പറയുന്നതിലും വിഷയമുണ്ട് എന്ന് നമുക്കൊരു തിരിച്ചറിവ് തന്നത് ഈ ഒരു വീഡിയോ ആയിരുന്നു. യെസ്, ഈ 1023 ഹോമിയോപ്പതി ദർശനത്തിൽ ആ വീഡിയോ എപ്പോഴും കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ സാറിന് ഇതിൽ ഡൗട്ട് തുടങ്ങിയല്ലോ ഈ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ്സിലും ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആസ് എ പ്രാക്ടീഷണർ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സാറിന് ഏതൊക്കെ രീതിയിൽ കോൺഫിഡൻസിലോ എന്തെങ്കിലും സാറിന് തന്നെ എന്താ പറയുക, കാരണം ഒരാളൊരു അസുഖമായിട്ടാണല്ലോ സാറിന് റിലീഫ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ പക്ഷെ കൊടുക്കുന്ന മെഡിസിൻസിന് പ്രത്യേകിച്ചൊരു എഫക്റ്റ് ഇല്ല, പ്രത്യേകിച്ചൊരു ഇതില്ല എന്ന് പറയുന്ന സമയത്ത് അത് ഏതെങ്കിലും രീതിയിൽ സാറിൻ്റെ കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് കോൺഫിഡൻസിനെ ബാധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടി റെസ്പോൺസിബിൾ ആവുകയാണ് ചെയ്തത്. നമ്മൾ അവരെ പറ്റിക്കുന്ന രീതിയിൽ ഒരു ഫോൾസ് ഹോപ്പ് കൊടുക്കാണ്ടായി. അപ്പോൾ അവരോട് പറയും ഇത് പേടിക്കേണ്ടതാണെങ്കിൽ പേടിക്കണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവരെ വഴി തിരിച്ചു വിടുന്നൊരു പണിയായിരുന്നു. എന്നെ തന്നെ അന്ന് വിളിച്ചത് ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറി. എന്ന് വെച്ചാൽ അവർക്കൊരു ഹെൽത്ത് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരാൾ, അങ്ങനെയായിരുന്നു പിന്നെ നമ്മളെ റോള് കുറേ കാലം. അല്ലാതെ മരുന്ന് വെച്ചിട്ട് അവരെ പറഞ്ഞ് മരുന്നിൽ തളച്ചുന്ന പരിപാടി അതുണ്ടായിരുന്നില്ല. അവരെ കഴിയുന്നതും ഇങ്ങനെയുള്ള കറക്ഷൻസ്, അത് കുറേ അനുഭവങ്ങളുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോൾ അത് നമ്മൾ അതിന് പറയുന്നൊരു പേര് തന്നെ ഉണ്ട്, അത് ക്യൂറിങ് സാൻസ് മെഡിസിൻസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അത് വെച്ചാൽ മരുന്നില്ലാതെ നിങ്ങൾക്ക് അസുഖങ്ങൾ മാറ്റുക, അങ്ങനെ ഒരു ലെവലിലേക്ക്. അതായത് കഴിയുന്നതും അവരുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവരെ പറഞ്ഞു കൊടുക്കുക. മെഡിസിൻ വേണ്ടതാണെങ്കിൽ അത് എവിടെയാണ് കിട്ടുക അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക, ഇതായിരുന്നു പരിപാടി. അപ്പം ഇങ്ങനൊരു സംഗതി ഭയങ്കര സ്കോപ്പുള്ള സംഗതിയാണ് ഈ മരുന്നില്ലാതെ ചെയ്യുന്നത്. അതിന് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില സ്ത്രീകൾ, ഇപ്പോൾ കോഴിക്കോടൊക്കെ ആയിരുന്നു നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ലൈഫാണ്. പ്രത്യേകിച്ച് അവിടെയുള്ള ഈ വീട്ടിനകത്ത് തന്നെ ജോലിക്കൊന്നും അങ്ങനെ പോകുന്ന ആളുകളല്ല കൂടുതൽ. ഇന്നൊക്കെ കുറേ മാറ്റമുണ്ട്, പക്ഷേ പഴയ കാലത്തുള്ള ആ ഒരു കാലം അങ്ങനെയല്ല, മുസ്ലിം സ്ത്രീകൾ കൂടുതൽ. അപ്പോൾ അവർ കൂടുതലും നമ്മളടുത്ത് വന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഈ നമ്മളുടെ ബോഡി പെയിൻസ്, അവിടെ വേദന ഇവിടെ വേദന, ഇങ്ങനെയുള്ള വേദനകൾ ഭയങ്കരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അവർ പല സ്ഥലത്ത് കയറി ഇറങ്ങി നടക്കും, പല ഡോക്ടർമാരെ കാണുന്നു, ഓർത്തോനെ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് സ്റ്റൈലാണ് പ്രശ്നം. എന്ന് വെച്ചാൽ വലിയ കുടുംബം, അപ്പോൾ ഒരുപാട് രാവിലെ എഴുന്നേറ്റ് നിന്നിട്ടുള്ള പണികൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു ലേഡി വന്നിട്ട് ഇതേപോലെ ഒന്ന് പറഞ്ഞു, ഭയങ്കര വേദന, കുറേ കാണിച്ചു പ്രശ്നം. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കണം 2 നേരം, രാവിലെ പത്തിരിയും വൈകിട്ട് ചപ്പാത്തി. ഇത് ഇവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരു 5 പേരുള്ള ഒരു ഫാമിലിയിൽ ഇവർ ഒറ്റയ്ക്ക് നിന്ന് ഉണ്ടാക്കണം. ഓരോരുത്തരും നല്ലോണം കഴിക്കുന്ന ആൾക്കാരാകുമ്പോൾ എത്ര ചപ്പാത്തിയും പത്തിരി ഉണ്ടാക്കണം, ഇവർ നിന്ന് പരത്തി തന്നെയാണ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അവരോട് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു, നിങ്ങൾ ചപ്പാത്തി നിർത്തിയിട്ട് പുട്ടുണ്ടാക്കുക, നിങ്ങൾ അസുഖം മാറും. ഇതാണ് അതിലെ കറക്ഷൻ. പുട്ടുണ്ടാക്കി അവരുടെ അസുഖം മാറി, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അതേപോലെ പല പല കാര്യങ്ങൾ. ഇപ്പോൾ ചില ആളുകളെ നമ്മൾ ദുബായ്ക്ക് വരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതായത് ഈ ഹോമിയോപ്പതിയിൽ ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ വന്ധ്യത നിവാരണം എന്നും പറഞ്ഞിട്ട് ഏറ്റവും മാർക്കറ്റുള്ളൊരു സംഗതിയാണ്. സത്യത്തിൽ നടക്കുന്നത് ഇതിനകത്ത്
ഒരുമാതിരിപ്പെട്ട കേസസ് ഹോമിയോപ്പതി ഗവൺമെൻറ് സെക്ടറിൽ നടക്കുന്ന കേസുകൾ നമ്മൾ കണക്കെടുത്ത് വിവരാവകാശം വഴി കണക്കെടുപ്പിച്ച് അത് അനലൈസ് ചെയ്ത് നോക്കിയതാണ് നമ്മൾ ഇൻ പേഴ്സൺ. അതിൽ നമ്മൾ മനസ്സിലാക്കിയ 2 കാര്യമാണ് പ്രധാനമായിട്ട്. അവരുടെ എഫിക്കസി എന്ന് പറയുന്നത് 5% താഴെയാണ്. എന്ന് വെച്ചാൽ നോർമലി ഉള്ള, അതായത് 2 പേര് അത് ഇൻഫെർട്ടിലിറ്റി ഉണ്ടെന്ന് പറയുകയും എന്നാൽ അവരിൽ ചികിത്സയൊന്നും കൂടാതെ വീണ്ടും ഗർഭം ധരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് പോലും 10%. അതിൽ കൂടുതലുണ്ട്. അതുപോലെ ഇതിനകത്തില്ല. അതൊരു വിഷയം. 2, ഈ ഹോമിയോപ്പതി ക്ലിനിക്കുകളിൽ ചികിത്സയ്ക്ക് എത്തിയിട്ടുള്ള സ്ത്രീകളെന്ന് പറയുന്നത് കുടുംബം, അതിലെ സ്ത്രീകളുടെ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സിന് താഴെയാണ്, 50%-ലധികം. അപ്പോൾ ഇവിടെ റോങ് ക്ലാസിഫിക്കേഷനും റോങ് ഡയഗ്നോസിസ് ആണ് ഹോമിയോപ്പതി മേഖലയിൽ നടക്കുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി അത് കണക്ക് സിഗ്നിഫിക്കൻ്റ് അല്ല. 3, കണക്ക് പ്രോപ്പർ അല്ല. ഇത് നമ്മൾ കുത്തി ചോദിച്ചിട്ടാണ് ഇത്രയും കിട്ടിയത്. പല ക്ലിനിക്കുകളിൽ 14 ജില്ലയുള്ളതിൽ 12 ജില്ലയിലും കണക്കില്ല. 2 ജില്ലയിലാണ് കണക്ക് കൃത്യമായിട്ടുള്ളൂ. നമ്മൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ചോദ്യം, ഈ കണക്കില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആണ് ഇത് പറയുന്നത്, എഫക്റ്റീവ് ആണെന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്നാണൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം നമ്മളുടെ പ്രാക്ടീസിൽ കണ്ടത്, ഇപ്പോൾ ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടക്കണമല്ലോ, എന്നാലല്ലേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരെ സംഭവിക്കുന്നത് എന്താണ്, ഇവർ 2 സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോ, ഒരു 6 മാസം പോയി നിന്നിട്ട് വാ, അപ്പോൾ ശരിയാവും. ഇവർ അങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പല ജോലി മാറാൻ പറഞ്ഞിട്ടുണ്ട് ആളുകളുടെ അടുത്ത്, നൈറ്റ് ഡ്യൂട്ടിയും പകലുള്ള ആളുകൾ, എന്നിട്ട് അവർ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അവരോട് നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടി ഒഴിവാക്കുക. ചില ആളുകൾ ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിക്കുന്ന ആളുകൾ, എന്നിട്ട് അവർക്കിത് സാധിക്കില്ല. അപ്പോൾ അവരോട് നിങ്ങൾ വീടെടുത്ത് മാറും, കുട്ടി ഉണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഇത് വളരെ ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉള്ള സംഗതികളാണ് ഇതിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ജെനുവിനായിട്ട് റിയൽ പ്രോബ്ലം ഉള്ളതാണെങ്കിലോ അതിനകത്ത് ഇതൊന്നും നടക്കില്ല. അവിടെ എന്താ വേണ്ടത്, അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് IVF വേണ്ടി വരും, അല്ലെങ്കിൽ പല ട്രീറ്റ്മെൻറ്റ്സ് വേറെ ഉണ്ട്, അതിന് വേണം, അതിന് പറഞ്ഞുവിടും, അവർക്കും കുട്ടി ഉണ്ടാവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കണം എന്താണ്, ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പിൽ നിന്ന് ഒരു 10 പേർക്ക് കുട്ടി ഉണ്ടായാൽ 1000 പേരിൽ നിന്ന് അത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു നടക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഒട്ടും തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ ഇവിടെ ഹോമിയോപ്പതിയുടെ എഫക്റ്റീവ്നെസ് ആയിട്ട് വരുന്നില്ല. ഈ പറയുന്ന അനുഭവ സാക്ഷ്യത്തിൻ്റെ പുറത്തുള്ളൊരു നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് നമ്മൾ ചെയ്തതെന്ന് പറയുന്നത്.